ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പ് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ചിക്കൻ സൂപ്പും അതേപോലെ തന്നെ ഹോട്ട് ആൻഡ് സോർ വെജ് സൂപ്പും ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് അതേപോലെയൊന്നുമല്ല, നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന സാധാരണ നമുക്ക് കിട്ടുന്ന കാമ്പില്ലേ, അതായത് വാഴപ്പിണ്ടി എന്ന് ചില സ്ഥലത്തൊക്കെ പറയുന്നത്, ആ കാമ്പ് വെച്ചിട്ടൊരു അടിപൊളി സൂപ്പാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഹെൽത്തി സൂപ്പാണിത്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിന്റെ കമന്റ്സും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അടിപൊളി കാമ്പ് സൂപ്പ് തയ്യാറാക്കുന്നത്. നമുക്ക് കാമ്പ് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള കാമ്പ് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെല്ലാം കാമ്പ് എന്നാണ് പറയുന്നത്. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ വാഴപ്പിണ്ടി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് വേണ്ടുന്നത് 2 മീഡിയം സൈസ് സവാള, പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി. അപ്പം ഇത്രയും സാധനങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം. അപ്പം നമുക്ക് ആദ്യം അത് ചെയ്യാം. ഇപ്പം നമ്മൾ സാധാരണ സൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടൊമാറ്റോ സൂപ്പ് കേട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ വേറെ വെജിറ്റബിൾ സൂപ്പ് കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ മുന്നേ ഹോട്ട് ആൻഡ് സോർ വെജിറ്റബിൾ സൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കുക്കറിലോട്ട് കാമ്പും അതേപോലെ തന്നെ സവാളയും വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് മുഴുവനും മൂടുന്ന തരത്തിലുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് ഞാൻ കുക്കർ മൂടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിപ്പോൾ അത് ചെയ്യാം. ഇപ്പം 5 വിസിൽ വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷമാണിത്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, കാമ്പും സവാളയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. തണിഞ്ഞതിന് ശേഷം മിക്സിയിൽ അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് തണിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ കാമ്പൊക്കെ വേവിക്കാൻ ഉപയോഗിച്ച് വെള്ളം കളയാൻ പാടില്ല, അതും നമുക്ക് ഈ സൂപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എല്ലാം അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളപ്പിക്കണം. അതിനു മുമ്പായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കിയതും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് നന്നായിട്ട് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. വളരെ ഈസിയാണ്, അതേപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. ഇപ്പം നമ്മൾ സാധാരണ കാമ്പിനെ കൊണ്ടൊക്കെ പച്ചടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ വറവ് മാത്രമല്ല നമ്മൾ പൊതുവിൽ ഉണ്ടാക്കുമ്പം ഇപ്പം നമ്മൾ കഴിച്ച് അതൊരു മടുപ്പും ഉണ്ടാവും. പിന്നെ അത് മുറിച്ചിടാനൊക്കെ വളരെ ഒരു മെനക്കെട്ട പണിയല്ലേ. അപ്പം ഇതാകുമ്പം പെട്ടെന്ന് നമുക്ക് കഴിയും. ചെറുതായിട്ടൊന്നും മുറിച്ചിടണ്ട, കാരണം നമ്മൾ വേവിച്ച് പിന്നെ അരച്ചൊക്കെ എടുക്കുന്നത് കൊണ്ട് ചെറുതായിട്ടൊന്നും മുറിച്ചിടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഹെൽത്തിന് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പൈസയൊന്നും കൊടുത്ത് നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇതിന് മുന്നേ ഞാനിട്ട ഹോട്ട് ആൻഡ് സോർ വെജ് സൂപ്പ് ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതും അതേപോലെ തന്നെ നിങ്ങൾ ഇതും ട്രൈ ചെയ്ത് ഫോട്ടോ ഒക്കെ അയച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം, കറക്റ്റാണ്. അപ്പം നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കണം. ഒക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ ബട്ടറൊന്നും ആഡ് ചെയ്യുന്നില്ല. കേട്ടോ, നന്നായിട്ട് ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല കേട്ടോ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയിലയൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. മല്ലിയില ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിതൊരു സൂപ്പ് ബൗളിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതൊരു സൂപ്പ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പാണ്. കൊണ്ടുണ്ടാക്കിയ സൂപ്പാന്ന് ഒരിക്കലും പറയില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്